Hi, orthographic presentation of an object അല്ലെങ്കിൽ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ എന്താണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ, എങ്ങനെയാണ് പ്രൊജക്ഷനിൽ ഇമേജുകൾ രൂപപ്പെടുത്തുന്നത്, അതുപോലെ തന്നെ അതിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്വാഡ്രന്റുകൾ എന്താണ്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ക്വാഡ്രന്റുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഭാഗത്തിന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ടുള്ളത് ടൈപ്സ് ഓഫ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പ്രൊജക്ഷൻ മെത്തേഡുകൾ, രണ്ട് പ്രൊജക്ഷൻ മെത്തേഡുകൾ ആണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചു വരുന്നത്. ആ രണ്ട് പ്രൊജക്ഷൻ മെത്തേഡുകളെ പറ്റിയാണ്, എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഓരോന്നിലെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഓരോ പ്രൊജക്ഷൻ മെത്തേഡിലും എങ്ങനെയാണ് ഇമേജുകളെ ഹൊറിസോണ്ടൽ പ്ലെയിനിലും വെർട്ടിക്കൽ പ്ലെയിനിലും രൂപപ്പെടുത്തി എടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ടൈപ്സ് ഓഫ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ പറയുന്നത്. അതിൽ നമ്മൾ പറയുന്ന ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകളാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആൻഡ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. ഇതാണ് ഉപയോഗിച്ചു വരുന്ന ടൈപ്സ് ഓഫ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആൻഡ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ രണ്ട് പ്ലെയിനുകളാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. ഒരു ഒബ്ജക്റ്റിന്റെ, ഒരു ഐസോമെട്രിക് ഒബ്ജക്റ്റിന്റെ ഇമേജിനെ രൂപപ്പെടുത്താൻ വേണ്ടി ഏതെങ്കിലും ഒരു വശത്ത് നിന്ന് നോക്കിയിട്ട് ആ ഭാഗത്തിന്റെ ഇമേജ് രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്ലെയിനുകൾ, പ്രതലങ്ങൾ രൂപപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു, പ്രതലങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. ചില ഇമേജുകൾ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിൻസും അതുപോലെ തന്നെ ചില ഇമേജുകൾ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് വെർട്ടിക്കൽ പ്ലെയിൻസും, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻസ് ആണ് ഉപയോഗിക്കുന്നത്. HP ആൻഡ് VP എന്ന് നമ്മൾ പറഞ്ഞു, ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ. ഈ പ്രതലങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. ഈ രണ്ട് പ്രതലങ്ങളെയും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട്, രണ്ട് പ്രതലങ്ങളെയും കൂടി ഇന്റർസെക്ട് ചെയ്തുകൊണ്ട് നമ്മൾ 4 ക്വാഡ്രന്റുകൾ ഉണ്ടാക്കി. 90 ഡിഗ്രി വീതമുള്ള 4 ക്വാഡ്രന്റുകൾ. 0 മുതൽ 90 ഡിഗ്രി വരെ ഫസ്റ്റ് ക്വാഡ്രന്റ്, 91 മുതൽ 180 വരെ സെക്കൻഡ് ക്വാഡ്രന്റ്, 181 മുതൽ 270 വരെ തേർഡ് ക്വാഡ്രന്റ്, 271 മുതൽ 360 അല്ലെങ്കിൽ 0 വരെ ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ക്വാഡ്രന്റ് HP-ക്ക് മുകളിലും VP-ക്ക് മുന്നിലുമായിട്ട് വരുന്നത്, എബവ് HP ഇൻ ഫ്രണ്ട് ഓഫ് VP ആയിട്ട് വരുന്ന 90 ഡിഗ്രി ഭാഗത്തിനെ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്നും, എബവ് HP ബിഹൈൻഡ് VP, HP-ക്ക് മുകളിൽ VP-ക്ക് പുറകിലായിട്ട് വരുന്ന ക്വാഡ്രന്റിനെ സെക്കൻഡ് ക്വാഡ്രന്റ് എന്നും, ബിലോ HP ബിഹൈൻഡ് VP, HP-ക്ക് താഴെ VP-ക്ക് പുറകിലായിട്ട് വരുന്ന 90 ഡിഗ്രി ഭാഗത്തിനെ തേർഡ് ക്വാഡ്രന്റ് എന്നും, ബിലോ HP ഇൻ ഫ്രണ്ട് ഓഫ് VP ഫോർത്ത് ക്വാഡ്രന്റ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രീതിയിലായിരുന്നു നമ്മൾ ക്വാഡ്രന്റുകളെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ രീതിയിൽ നമ്മൾ ക്വാഡ്രന്റുകളെ വേർതിരിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു, 4 ക്വാഡ്രന്റ്. അപ്പം HP-ക്ക് മുകളിലായിട്ട് 2 ക്വാഡ്രന്റുകളും HP-ക്ക് താഴെയായിട്ട് 2 ക്വാഡ്രന്റുകളും. HP-ക്ക് മുകളിൽ ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, HP-ക്ക് താഴെയായിട്ട് തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. അതുപോലെ തന്നെ VP-ക്ക് വെർട്ടിക്കൽ പ്ലെയിനിന് മുന്നിലായിട്ട് 2 ക്വാഡ്രന്റ്, വെർട്ടിക്കൽ പ്ലെയിന് പുറകിലായിട്ട് 2 ക്വാഡ്രന്റ്. വെർട്ടിക്കൽ പ്ലെയിന് മുന്നിലായിട്ട് ഇൻഫ്രണ്ട് ആയിട്ട് വരുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. VP-ക്ക് പുറകിലായിട്ട് വരുന്നത് സെക്കൻഡ് ക്വാഡ്രന്റ്, അതുപോലെ തന്നെ തേർഡ് ക്വാഡ്രന്റ്. ഇങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ചിത്രത്തില് റെഡ് കളറിൽ ആരോ കാണിച്ചിരിക്കുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ പ്ലെയിനുകളുടെ എഡ്ജുകൾ മാത്രമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഒരു ഹൊറിസോണ്ടൽ ലൈനും അതിനെ ഇന്റർസെക്ട് ചെയ്തുകൊണ്ടൊരു വെർട്ടിക്കൽ ലൈനും നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2 ഡയമെൻഷനിലായിട്ട് നമുക്ക് ഇങ്ങനെ ഈ എഡ്ജുകളെ കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ്. ഈ രീതിയിലാണ് നമ്മൾ
ക്വാഡ്രന്റുകളെ, ഹൊറിസോണ്ടൽ പ്ലെയിനുകളെ ഇന്റർസെക്ട് ചെയ്തുകൊണ്ട് ക്വാഡ്രന്റുകളെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഈ ക്വാഡ്രന്റുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ. ഈ ക്വാഡ്രന്റുകൾക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ട്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് പ്രൊജക്ഷനിലേക്ക് പോകാം. ടൈപ്സ് ഓഫ് പ്രൊജക്ഷനിൽ ഒന്നാമത്തേതാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ആംഗിളുകളെ 4 ആംഗിളുകൾ ആക്കി തിരിച്ചു. ആദ്യത്തെ 90, രണ്ടാമത്തത് 91 മുതൽ 180, മൂന്നാമത്തത് 181 മുതൽ 270, നാലാമത്തത് 271 മുതൽ 360 വരെ. 4 ആംഗിളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്, 4 90 ഡിഗ്രി ആംഗിളുകൾ. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡിൽ നമ്മൾ ഒബ്ജക്റ്റിന്റെ ഇമേജുകളെ രൂപപ്പെടുത്തണം. ഒബ്ജക്റ്റുകളുടെ ഇമേജുകളെ രൂപപ്പെടുത്താൻ വേണ്ടി ഒബ്ജക്റ്റിനെ വെക്കുന്നത് ഒന്നാമത്തെ ക്വാഡ്രന്റിലാണ്. മറ്റ് ക്വാഡ്രന്റുകൾ നമ്മൾ പരിഗണിക്കുന്നില്ല. ഒന്നാമത്തെ ക്വാഡ്രന്റിൽ, ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒബ്ജക്റ്റിനെ വെച്ചുകൊണ്ടാണ് ഒബ്ജക്റ്റിന്റെ ഇമേജ്, ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് ഇമേജ് രൂപപ്പെടുത്തുന്നത്, ഒബ്ജക്റ്റിന്റെ ടോപ്പ് സൈഡിൽ നിന്ന് നോക്കി ഇമേജ് രൂപപ്പെടുത്തുന്നത്, ഒബ്ജക്റ്റിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നുമൊക്കെ ഒബ്ജക്റ്റിനെ നോക്കി ഇമേജ് രൂപപ്പെടുത്താൻ വേണ്ടി ഒബ്ജക്റ്റിനെ വെക്കുന്നത് ഒന്നാമത്തെ ക്വാഡ്രന്റിലാണ്. ഒന്നാമത്തെ ക്വാഡ്രന്റ് എന്ന് പറയുമ്പം എബവ് HP ഇൻ ഫ്രണ്ട് ഓഫ് VP, HP മുകളിലായിട്ട് VP മുന്നിലായിട്ട് വരുന്ന ആദ്യത്തെ 0 മുതൽ 90 ഡിഗ്രി വരെയുള്ള ആദ്യത്തെ ക്വാഡ്രന്റിലാണ് നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ കാര്യം, ഓർത്തിരിക്കേണ്ട കാര്യം. ഒബ്ജക്റ്റ് ലൈസ് ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഒന്നാമത്തെ കാര്യം ഓർത്തിരിക്കേണ്ടത് ഇതാണ്. ഒബ്ജക്റ്റ് ലൈസ് ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രന്റ്. ഒന്നാമത്തെ ക്വാഡ്രന്റിലാണ് ഒബ്ജക്റ്റിനെ നമ്മൾ വെക്കുന്നത്. നോക്കൂ, ഒന്നാമത്തെ ക്വാഡ്രന്റിലാണ് ഒബ്ജക്റ്റിനെ വെക്കുന്നത്. ശേഷമാണ് നമ്മൾ ഇമേജ് രൂപപ്പെടുത്തി എടുക്കുന്നത്. അപ്പൊ നമുക്കൊരു വെർട്ടിക്കൽ പ്ലെയിൻ ഉണ്ട്, ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉണ്ട്. ഒരു വെർട്ടിക്കൽ പ്ലെയിൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉണ്ട്. ഈ വെർട്ടിക്കൽ പ്ലെയിനിലും ഹൊറിസോണ്ടൽ പ്ലെയിനിലും നമ്മൾ ഇമേജുകളെ രൂപപ്പെടുത്തി എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ കൂടി രൂപപ്പെടുത്തി എടുക്കുന്നുണ്ട്. ഒരു വെർട്ടിക്കൽ പ്ലെയിൻ 90 ഡിഗ്രി, നമുക്കിപ്പോൾ ഉള്ള വെർട്ടിക്കൽ പ്ലെയിനിന് 90 ഡിഗ്രിയിൽ വരുന്ന വെർട്ടിക്കൽ പ്ലെയിനുകൾ ഇടതുവശത്തും വലതുവശത്തുമായിട്ട് നമ്മൾ രൂപപ്പെടുത്തി എടുക്കുന്നുണ്ട്. ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻസ് അല്ലെങ്കിൽ പ്രൊഫൈൽ പ്ലെയിൻസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതെടുക്കുന്നത് സൈഡ് വ്യൂകളെ രൂപപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിനുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇമേജുകളെ രൂപപ്പെടുത്തി എടുക്കുന്നത്? ഒന്നാമത്തെ ക്വാഡ്രന്റിലാണ്, നമുക്കറിയാം. ഒന്നാമത്തെ ക്വാഡ്രന്റിൽ ഒബ്ജക്റ്റിനെ വെച്ച് ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് സൈഡിൽ നിന്നും ഒബ്ജക്റ്റിനെ നോക്കിക്കഴിഞ്ഞാൽ ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് സൈഡ്, ഈ ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്, ഫ്രണ്ട് സൈഡ്. ഇവിടെ ഒബ്സർവർ എന്ന് പറഞ്ഞ് ഈ ഒരു ക്വാഡ്രന്റിന്റെ ഇമേജില് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒബ്സർവർ നിൽക്കുന്ന പൊസിഷൻ ഇവിടെ ആരോ വെച്ച് കാണിച്ചിട്ടുണ്ട്. ഒബ്സർവർ ഇരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത്. ഒബ്സർവറുടെ പൊസിഷൻ ഇതാണ്. അപ്പൊ ഈ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ടാണ് ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒബ്ജക്റ്റിനെ നോക്കുന്നത്. അപ്പൊ ഈ ഒരു ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒബ്സർവർ ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യുമ്പോൾ വിഷ്വൽ റേസ് പാസ് ചെയ്യുകയും വിഷ്വൽ റേസ് ഒബ്ജക്റ്റിന്റെ സർഫസിൽ വന്ന് പതിക്കുകയും ആ സർഫസിന്റെ അരികുകളിൽ കൂടി കടന്നു പോകുന്ന വിഷ്വൽ റേസ് പുറകിലുള്ള പ്ലെയിൻ, അത് വെർട്ടിക്കൽ പ്ലെയിൻ ആണ്, ആ വെർട്ടിക്കൽ പ്ലെയിനിൽ വന്ന് പതിക്കുകയും ഈ പ്രകാശം വന്ന് പതിക്കാത്ത ഭാഗം മാത്രം ഇരുണ്ടതായിട്ട് കാണപ്പെടുകയും ചെയ്യും. പ്രകാശം വന്ന് പതിക്കാത്ത ഭാഗം എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റിന്റെ ഏരിയ എത്രത്തോളം ഉണ്ടായിരുന്നോ ആ ഏരിയയാണ് വിഷ്വൽ റേസിനെ തടഞ്ഞിരുന്നത്. വിഷ്വൽ റേസിനെ തടഞ്ഞിരുന്നു. അപ്പോൾ വിഷ്വൽ റേസിനെ തടഞ്ഞ ഭാഗത്ത് പ്ലെയിനില് പ്രകാശം ഉണ്ടായിരിക്കില്ല, തെളിഞ്ഞു കാണില്ല, അവിടെ ഇരുണ്ടതായിട്ട് കാണപ്പെടുകയും അരികുകളിൽ കൂടി കടന്നു പോയിട്ടുള്ള പ്രകാശരശ്മികൾ വെർട്ടിക്കൽ പ്ലെയിനിൽ വന്ന് പതിച്ച് അവിടെ മാത്രം തെളിഞ്ഞതായിട്ട് കാണപ്പെടുകയും ചെയ്യും. അപ്പം നമുക്ക് ലഭിക്കുന്ന ഇമേജ്, 2 ഡയമെൻഷണൽ ഇമേജ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ ഏത് ഭാഗമാണോ വിഷ്വൽ റേസിനെ തടഞ്ഞിരുന്നത് അതേ ഏരിയയിലുള്ള, അതേ ഷേപ്പിലുള്ള, അതേ ഏരിയയിലുള്ള ഒരു ഇമേജ് നമുക്ക് വെർട്ടിക്കൽ പ്ലെയിനിൽ ലഭിക്കുകയും ചെയ്യും. നമ്മുടെയൊക്കെ നിഴലുകൾ രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയാം. നമ്മുടെയൊക്കെ നേരെ പ്രകാശം അടിച്ചു കഴിഞ്ഞാൽ പുറകിലുള്ള ഒരു ചുവരിൽ നമ്മുടെയൊക്കെ നിഴലുകൾ, ഇമേജുകൾ രൂപപ്പെടുന്നതായിട്ട് കാണാം. അതൊരു 2 ഡയമെൻഷണൽ ആണ്.
ഈ രീതിയിൽ നമുക്ക് ഫ്രണ്ട് വ്യൂ വെർട്ടിക്കൽ പ്ലെയിനിൽ രൂപപ്പെടുത്തുകയും ചെയ്യാം. ഇത് നമുക്ക് എങ്ങനെയാണ് ഇതിൽ ടോപ്പ് വ്യൂ രൂപപ്പെടുത്തിയെടുക്കുക? ടോപ്പ് വ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് എങ്ങനെയാണ് നോക്കിയത് അതേ പൊസിഷനിൽ മുകളിലേക്ക് പോയിട്ട് മുകളിൽ നിന്നും താഴേക്കാണ് നോക്കുന്നത്. അങ്ങനെ ആവുമ്പോഴേ നമുക്കിവിടെ ടോപ്പ് വ്യൂ എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒബ്ജക്റ്റിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കി ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിൽ രൂപപ്പെടുത്തി. ഇനി ഒബ്ജക്റ്റിന്റെ മറ്റൊരു വശം ടോപ്പ് വ്യൂ നമ്മൾ എടുക്കുന്നു. ടോപ്പിൽ നിന്നും താഴേക്കാണ് നോക്കുന്നത്. ടോപ്പ് വ്യൂ എടുക്കണമെങ്കിൽ മുകളിൽ നിന്നുള്ള കാഴ്ച വേണമെങ്കിൽ മുകളിൽ പോയിട്ട് താഴേക്ക് നോക്കണം. അപ്പോഴേ നമുക്ക് മുകളിൽ നിന്നുള്ള കാഴ്ച അറിയുള്ളൂ. അപ്പൊ മുകളിൽ നിന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇമേജ് രൂപപ്പെടുക ഒബ്ജക്റ്റിന് ഓപ്പോസിറ്റ്, അതായത് ഒബ്സർവറുടെ ഓപ്പോസിറ്റ് സൈഡിൽ വെച്ചിരിക്കുന്ന പ്രതലത്തിലായിരിക്കും. ആ പ്രതലം എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിലായിരിക്കും മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ലഭിക്കുന്ന ഇമേജ് രൂപപ്പെടുക. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ആയിരിക്കും. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴൊക്കെയാണ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇമേജ് രൂപപ്പെടുന്നത്? ഇവിടെ ടോപ്പ് വ്യൂ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ രൂപപ്പെട്ടു. ആ പ്രകാശത്തിനെ തടഞ്ഞിരുന്ന സർഫസിന്റെ ഷേപ്പില് ഏരിയയിൽ ഒരു ഇമേജ് നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടി. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇമേജ് രൂപപ്പെട്ടു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ പിന്നെ അതേ പൊസിഷനിൽ ഇരിക്കില്ല. എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. പകരം എപ്പോ ഇമേജ് രൂപപ്പെട്ടു കഴിഞ്ഞാലും അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് വെർട്ടിക്കൽ പ്ലെയിനിന് സമാനമായിട്ട് മാറും എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പോൾ നമ്മളിവിടെ ടോപ്പ് വ്യൂ എടുത്തു കഴിയുമ്പം ടോപ്പ് വ്യൂ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ പതിച്ചു. പക്ഷെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ആ പൊസിഷനിൽ നിൽക്കുന്നില്ല. വ്യൂ പതിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് വെർട്ടിക്കൽ പ്ലെയിൻ ആയിട്ട് മാറുകയും ചെയ്യും. അപ്പൊ നമുക്ക് വെർട്ടിക്കൽ പ്ലെയിനിലാണ് ടോപ്പ് വ്യൂ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കുന്നത്. 2 ഡയമെൻഷണൽ ആണ്. അതുകൊണ്ട് 90 ഡിഗ്രി പ്ലെയിനിൽ വരയ്ക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഈ 90 ഡിഗ്രി VPക്ക് 90 ഡിഗ്രി ഉള്ള HP ഇമേജ് പതിച്ചപ്പോൾ നമ്മൾ അതിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രി തിരിച്ച് വെർട്ടിക്കൽ പ്ലെയിൻ ആക്കിയിട്ട് മാറ്റി. ഇപ്പൊ അത് ഇമേജ് ടോപ്പ് വ്യൂ ഇമേജ് വെർട്ടിക്കൽ പ്ലെയിനിൽ തന്നെയാണുള്ളത്. ഫ്രണ്ട് വ്യൂ ഇമേജ് വെർട്ടിക്കൽ പ്ലെയിനിലായിരുന്നു. ടോപ്പ് വ്യൂ ഇമേജ് ഫ്രണ്ട് വ്യൂവിന് നേരെ താഴെയായിട്ട് വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് മാറി. അതുകൊണ്ടാണ് ഈ ചിത്രത്തില് ടോപ്പ് വ്യൂ ഹൊറിസോണ്ടൽ ഫ്രണ്ട് വ്യൂവിന് നേരെ താഴെയായിട്ട് വരച്ചിട്ടുള്ളത്. കാരണം ഹൊറിസോണ്ടൽ പ്ലെയിന് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിച്ച് വെർട്ടിക്കൽ പ്ലെയിൻ ആക്കിയിട്ട് മാറ്റി. അപ്പം വെർട്ടിക്കൽ പ്ലെയിനിൽ തന്നെയാണ് ഇമേജും രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ രൂപപ്പെടുന്ന ഇമേജ് നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിലാക്കിയിട്ടാണ് വരയ്ക്കുന്നത്. അപ്പം ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഫ്രണ്ട് വ്യൂവിന് നേരെ താഴെയായിട്ട് വരും. നമ്മളിവിടെ റെഫറൻസ് ലൈൻ ഉണ്ട്, XY ലൈന്. അതായത് ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും ഇന്റർസെക്ട് ചെയ്തിരുന്ന എഡ്ജിനെയാണ് നമ്മൾ റെഫറൻസ് ലൈൻ അല്ലെങ്കിൽ XY അല്ലെങ്കിൽ ആക്സിസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ആക്സിസിന് താഴെയായിട്ടാണ് ഈ ടോപ്പ് വ്യൂ രൂപപ്പെടുക. ഇനി മറ്റൊന്ന് ലെഫ്റ്റ് സൈഡ് വ്യൂ. ഒരു സൈഡ് വ്യൂ ഇവിടെ പറയുന്നുണ്ട്, ഒരു സൈഡ് വ്യൂ മാത്രമേ പറയുന്നുള്ളൂ. ലെഫ്റ്റ് സൈഡ് വ്യൂ, ലെഫ്റ്റിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ യെല്ലോ കളറിൽ കാണിച്ചിട്ടുള്ളതാണ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇമേജ് രൂപപ്പെടേണ്ടത് അതിന് ഓപ്പോസിറ്റ് വരുന്ന ഒരു വെർട്ടിക്കൽ പ്ലെയിനിലാണ്. പക്ഷെ നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിനിന്റെ രൂപത്തിലല്ല ഇരിക്കുന്നത്. നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിനിന് 90 ഡിഗ്രിയിൽ ഉള്ള വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. ഇതിനെ പ്രൊഫൈൽ പ്ലെയിൻ എന്നോ ആക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്. ഇങ്ങനെ ഒരു വെർട്ടിക്കൽ പ്ലെയിനിലാണ് അത് രൂപപ്പെടുക. അപ്പോഴും നമുക്കത് വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് വരയ്ക്കാനായിട്ട് സാധിക്കില്ല. ഇനി വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് വരയ്ക്കണമെങ്കിൽ ലെഫ്റ്റ് സൈഡ് വ്യൂ രൂപപ്പെടുമ്പോൾ ഈ വെർട്ടിക്കൽ പ്ലെയിനിനെ റൈറ്റ് സൈഡിലേക്ക് ഓപ്പൺ ചെയ്യണം. റൈറ്റ് സൈഡിലേക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്രണ്ട് വ്യൂവിന് റൈറ്റ് സൈഡിൽ നമുക്ക് വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് മാറി. റൈറ്റ് സൈഡിലേക്ക് ഓപ്പൺ ചെയ്യുക, വലതുവശത്തേക്ക് ഓപ്പൺ ചെയ്യുക. ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഭാഗം അവിടെ നിർത്തി വലത് സൈഡ്, ഫ്രണ്ട് സൈഡ് ലെഫ്റ്റ് സൈഡിലേക്ക്, റൈറ്റ് സൈഡിലേക്ക് ഓപ്പൺ ചെയ്യാം. വലതുവശത്തേക്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അത് വെർട്ടിക്കൽ പ്ലെയിനിന് സമാന്തരമായിട്ട് അല്ലെങ്കിൽ ഇൻലൈൻ ആയിട്ട് മാറുകയും ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും
ലെഫ്റ്റ് സൈഡ് വ്യൂവും ഇനി റൈറ്റ് സൈഡ് വ്യൂ ആണെങ്കിൽ അതും ഒരൊറ്റ വെർട്ടിക്കൽ പ്ലെയിനിലായിട്ട് ഒറ്റ പ്ലെയിനിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ ഫ്രണ്ട് വ്യൂ രൂപപ്പെട്ടത് XY ലൈനിന് മുകളിലും ടോപ്പ് വ്യൂ XY ലൈനിന് താഴെയും, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് വ്യൂ ഫ്രണ്ട് വ്യൂവിന് റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡ് വ്യൂ ഫ്രണ്ട് വ്യൂവിന്റെ റൈറ്റ് സൈഡിലും. ഇനി റൈറ്റ് സൈഡ് വ്യൂ ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡ് നമുക്ക് കാണില്ല, ഈ ഒരു ഒബ്ജക്റ്റ് റൈറ്റ് സൈഡ് വ്യൂ കാണില്ല. ഇനി റൈറ്റ് സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു പ്ലെയിനിലാണ് രൂപപ്പെടുത്തേണ്ടത്. അപ്പൊ ആ ഇമേജ് റൈറ്റ് സൈഡ് വ്യൂ ലെഫ്റ്റ് സൈഡിൽ വരും, അത് ഫ്രണ്ട് വ്യൂവിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് രൂപപ്പെടുകയും ചെയ്യും. ഇവിടെ റൈറ്റ് സൈഡ് വ്യൂ നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഇമേജുകളെ രൂപപ്പെടുത്തി എടുക്കുന്നത്. ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു എൽ ഷേപ്പിലുള്ള ഒരു ഒബ്ജക്റ്റ് അതിന്റെ ഫ്രണ്ട് ഡയറക്ഷനും ലെഫ്റ്റ് ഡയറക്ഷനും ടോപ്പ് ഡയറക്ഷനും ആരോ മാർക്ക് വെച്ച് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു വെർട്ടിക്കൽ പ്ലെയിൻ ഉണ്ട്, ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരു പ്രൊഫൈൽ പ്ലെയിൻ കൂടി ഉണ്ട്. വെർട്ടിക്കൽ പ്ലെയിന് ഫ്രണ്ട് വ്യൂ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. ഒബ്ജക്റ്റ് ഏത് ക്വാഡ്രന്റിലാണെങ്കിൽ, നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിലെ കാര്യമാണ് പറയുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. ഈ ഫസ്റ്റ് ആംഗിൾ ഒന്നാമത്തെ ക്വാഡ്രന്റിലല്ല, സെക്കൻഡിലോ തേർഡിലോ ഫോർത്തിലോ ഏത് ക്വാഡ്രന്റിലാണെങ്കിലും ഫ്രണ്ട് വ്യൂ രൂപപ്പെടുക വെർട്ടിക്കൽ പ്ലെയിനിലാണ്. ഇപ്പോഴും വെർട്ടിക്കൽ പ്ലെയിനിലാണ് ഫ്രണ്ട് വ്യൂ രൂപപ്പെടുക. നമ്മൾ ഫ്രണ്ട് വ്യൂവിന്റെ ആരോ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ നോക്കേണ്ടത്. രണ്ട് ചതുരങ്ങളാണ് ഫ്രണ്ട് വ്യൂവിൽ കാണുക. അതായത് ഫ്രണ്ട് വ്യൂവിന് വിഷ്വൽ റേസിന് ഓർത്തോഗണൽ ആയിട്ട്, വിഷ്വൽ റേസിന് പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കുന്ന പ്രതലങ്ങൾ രണ്ടെണ്ണം ഉണ്ട്. ആ രണ്ട് പ്രതലങ്ങൾ വെർട്ടിക്കൽ പ്ലെയിനിൽ വന്ന് പതിക്കും. ആ രണ്ട് പ്രതലങ്ങളെ ഇമേജുകൾ ചേർന്നാണ് നമുക്ക് വെർട്ടിക്കൽ പ്ലെയിനിൽ ഇമേജ് ലഭിക്കുന്നത്. അപ്പൊ നമുക്ക് ഫ്രണ്ട് വ്യൂ രൂപപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ഇനി നമ്മൾ ചെയ്യേണ്ടത് ടോപ്പ് വ്യൂ ആണ്. നേരെ മുകളിലേക്ക് പോയിട്ട് താഴേക്ക് നോക്കുന്നു. ഒരു ചതുരം, ഒരു വലിയൊരു ചതുരം, രണ്ട് ചതുരങ്ങളും കൂടി ചേർന്ന് രണ്ടിന്റെയും കൂടി ഇമേജ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ലഭിക്കും. ഒരു കാര്യമുണ്ട്, എപ്പോഴൊക്കെയാണോ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇമേജ് രൂപപ്പെടുന്നത്, ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. 90 ഡിഗ്രി താഴേക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് താഴേക്ക് വരും. വെർട്ടിക്കൽ പ്ലെയിനിന് ഇൻലൈൻ ആയിട്ട് വരികയും ഫ്രണ്ട് വ്യൂ നേരെ താഴെയായിട്ട് വരികയും ചെയ്യും. ഫ്രണ്ട് വ്യൂവിന് നേരെ താഴെയായിട്ട് ടോപ്പ് വ്യൂ വരികയും ചെയ്യും. അപ്പൊ ഈ രീതിയിൽ വരും. ഇനിയുള്ളത് ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്. ലെഫ്റ്റ് സൈഡ് വ്യൂവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ എൽ ഷേപ്ഡ് ഭാഗമാണ്. അത് റൈറ്റ് സൈഡിൽ വെച്ചിട്ടുള്ള ഒരു പ്രതലമുണ്ട്. റൈറ്റ് സൈഡിൽ വെർട്ടിക്കൽ പ്ലെയിൻ ഉണ്ട്, പ്രൊഫൈൽ പ്ലെയിൻ എന്ന് പറഞ്ഞ് അതിൽ രൂപപ്പെടും. ഈ പ്രൊഫൈൽ പ്ലെയിനെ നമ്മൾ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിന്റെ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തിട്ട് വലത് സൈഡിലേക്ക് ഓപ്പൺ ചെയ്യാം. ഈ ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലതുവശത്തേക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാം. വെർട്ടിക്കൽ പ്ലെയിനോട് കൂടി ചേർത്ത് വലതുവശത്തേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂവിന് വലതുവശത്തായിട്ട് ഈ വ്യൂ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ലെഫ്റ്റ് സൈഡ് വ്യൂ ഫ്രണ്ട് വ്യൂവിന് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പൊ ഇതാണ് ഇമേജുകളുടെയൊക്കെ പൊസിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഫ്രണ്ട് വ്യൂവിന്റെ വിഡ്ത്തും ടോപ്പ് വ്യൂവിന്റെ വിഡ്ത്തും സെയിം ആയിരിക്കും. ഫ്രണ്ട് വ്യൂവിന്റെ വീതി അല്ലെങ്കിൽ നീളം അതെന്താണ് വരുന്നത്, അതും ടോപ്പ് വ്യൂവിന്റെ വീതിയും സെയിം ആയിരിക്കുകയും ചെയ്യും. ഫ്രണ്ട് വ്യൂവിന്റെ ഹൈറ്റും സൈഡ് വ്യൂവിന്റെ ഹൈറ്റും സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ടോപ്പ് വ്യൂവിന്റെ വിഡ്ത്ത് അല്ലെങ്കിൽ ഹൈറ്റ് അതും സൈഡ് വ്യൂവിന്റെ ലെങ്ത്തും സെയിം ആയിരിക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെ ഒരു പ്രൊപ്പോർഷൻ കൂടി ഇതിനകത്ത് ഉണ്ട്. ഈ രീതിയിൽ നമുക്ക് ഈ വ്യൂകളെ വരയ്ക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ വരുമ്പോൾ ഒന്നാമത്തെ ക്വാഡ്രന്റിൽ വെച്ച് ഒബ്ജക്റ്റിന്റെ ഇമേജുകൾ രൂപപ്പെടുത്തുമ്പോൾ ആ ഇമേജുകൾ തമ്മിലുള്ള ഹൈറ്റ് വിഡ്ത്തുകൾ തമ്മിലുള്ള ബന്ധവും അതുപോലെ തന്നെ അവയുടെ പൊസിഷനുകളും ഈ രീതിയിലാണ് വരുന്നത്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഒരു ഒബ്ജക്റ്റിന്റെ വ്യൂകൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ നമ്മൾ വരച്ചു കഴിയുമ്പം നമ്മൾ അതിന്റെ ഒരു സിമ്പൽ കൂടി വരയ്ക്കണം. അപ്പൊ അതായത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു സിമ്പൽ വരയ്ക്കണം. കാരണം നമുക്കൊരു ഡ്രോയിങ് ഷീറ്റിൽ വളരെയധികം എഴുത്തുകുത്തുകൾ നടത്താനായിട്ട് സാധിക്കില്ല. ഇത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ്, അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും എഴുതാനായിട്ട് സാധിക്കില്ല.
ചില നെയിംസ് മാത്രമൊക്കെ നമുക്ക് ഒരു ഡ്രോയിങ് ഷീറ്റിലേക്ക് എഴുതാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഇതൊരു ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷന്റെ ഒരു സിമ്പല് നമ്മൾ രൂപപ്പെടുത്തി എടുക്കുക, സിമ്പല് വരയ്ക്കണം. ആ സിമ്പല് രൂപപ്പെടുത്തിയിട്ടുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് സിമ്പൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് സിമ്പൽ രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ് സിമ്പൽ രൂപപ്പെടുത്തി എടുത്തത് ഒരു ഫ്രസ്റ്റം ഓഫ് കോൺ, ഒരു കോൺ ഉണ്ട്, കോണിന്റെ ഹൈറ്റിന്റെ നിശ്ചിത ഉയരത്തിൽ വെച്ച് കട്ട് ചെയ്തു. ഫ്രസ്റ്റം ഓഫ് കോണിനെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വെച്ച് അതിന്റെ ഫ്രണ്ട് വ്യൂവും ലെഫ്റ്റ് സൈഡ് വ്യൂവും എടുത്തുകൊണ്ടാണ്. ഫ്രണ്ട് വ്യൂ ഒരു ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒരു ഫ്രസ്റ്റം ഓഫ് കോണിനെ വെച്ചിട്ടുണ്ട്, അതിന്റെ ഫ്രണ്ട് വ്യൂ നമുക്കൊരു റോംബസ് രൂപത്തിൽ കിട്ടി, ഒരു റോംബസ് അല്ല ട്രപ്പീസിയൻ രൂപത്തിൽ ഒരു ഫ്രണ്ട് വ്യൂവിനെ നമുക്ക് കിട്ടി. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് വ്യൂവില് രണ്ട് സർക്കിളുകൾ, ചെറിയ ഡയമീറ്റർ ഉള്ള സർക്കിളും അതുപോലെ തന്നെ വലിയ ഡയമീറ്റർ ഉള്ള സർക്കിളുമായിട്ട് പ്രൊഫൈൽ പ്ലെയിനില് ലെഫ്റ്റ് സൈഡ് വ്യൂവും കിട്ടി. ലെഫ്റ്റ് സൈഡ് വ്യൂ റൈറ്റ് സൈഡില് വരച്ചു, ഫ്രണ്ട് വ്യൂ വരച്ചു വെർട്ടിക്കൽ പ്ലെയിനില്, ലെഫ്റ്റ് സൈഡ് വ്യൂ പ്രൊഫൈൽ പ്ലെയിനിലാണ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പം ഫ്രണ്ട് വ്യൂവിന് റൈറ്റ് സൈഡിലായിട്ട് വരച്ചു. അപ്പൊ ഈ ഒരു സിമ്പലാണ് വരയ്ക്കുന്നത്. ഈ ഫ്രണ്ട് വ്യൂവും ലെഫ്റ്റ് സൈഡ് വ്യൂവും കൂടിയുള്ള ഈ ഒരു സിമ്പലാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ് എങ്കിൽ ഈ ഒരു സിമ്പൽ വരച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ് എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു സിമ്പൽ വരയ്ക്കണം. ഇതില് വലിയ ഡയമീറ്റർ, അത് ഫ്രസ്റ്റം ഓഫ് കോണിന്റെ ബേസിന്റെ ഡയമീറ്റർ, വലിയ ഡയമീറ്റർ ക്യാപിറ്റൽ ഡി എന്നും അതുപോലെ തന്നെ ചെറിയ ഡയമീറ്റർ സ്മോൾ ഡി എന്നും എടുത്തിട്ടുണ്ട്. വലിയ ഡയമീറ്റർ ക്യാപിറ്റൽ ഡി, ചെറിയ ഡയമീറ്റർ സ്മോൾ ഡി എന്നെടുത്തിട്ടുണ്ട്. സ്മോൾ ഡി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡിയുടെ പകുതിയായിരിക്കും. ക്യാപിറ്റൽ ഡിയുടെ ഡയമീറ്ററിന്റെ പകുതിയാണ് മുകളിൽ കട്ട് ചെയ്തിരിക്കുന്ന ഭാഗത്തിന്റെ ഡയമീറ്റർ. അതുപോലെ തന്നെ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഡി ആണ് എടുക്കുന്നത്. ഡി ക്യാപിറ്റൽ ഡി എത്രയാണ് വരുന്നത് അതാണ് അപ്രോക്സിമേറ്റ്ലി അതിന്റെ ലെങ്ത് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ് ഫ്രണ്ട് വ്യൂ, ലെഫ്റ്റ് സൈഡ് വ്യൂ, റൈറ്റ് സൈഡിൽ. ഈ ഒരു സിമ്പൽ മാത്രം നമുക്ക് ഉപയോഗിക്കുക. പൊസിഷനുകൾ ഇത് തന്നെ ആയിരിക്കുകയും ചെയ്യണം. അപ്പൊ ഇതാണ് സിമ്പൽ ആയിട്ട് ഉപയോഗിക്കേണ്ടത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ. അപ്പോൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ അത്രയും കാര്യങ്ങളാണ് പറയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. ഒബ്ജക്റ്റിനെ എവിടെയാണ് വെക്കുന്നത്, ഫ്രണ്ട് വ്യൂ എവിടെയാണ് രൂപപ്പെടുന്നത്, ടോപ്പ് വ്യൂ രൂപപ്പെടുന്നത് എവിടെയാണ്, രൂപപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്ലെയിനിന് എന്ത് സംഭവിക്കും, അതെങ്ങനെയാണ് വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് മാറുന്നത്, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് വ്യൂ എവിടെയാണ് വരയ്ക്കേണ്ടത്, ലെഫ്റ്റ് സൈഡ് വ്യൂവിന്റെ പൊസിഷൻ എവിടെയാണ്, റൈറ്റ് സൈഡ് വ്യൂവിന്റെ എവിടെയാണ് ലെഫ്റ്റ് സൈഡ് വ്യൂവിന്റെ പൊസിഷൻ, അതുപോലെ തന്നെ റൈറ്റ് സൈഡ് വ്യൂവിന്റെ പൊസിഷൻ ഫ്രണ്ട് വ്യൂവിന്റെ എവിടെയാണ് വരുന്നത്, അതുപോലെ തന്നെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷന്റെ സിമ്പൽ. ഇത്രയും കാര്യമാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ പറയുന്നത്. ഇനി നമുക്ക് വരുന്നത് രണ്ടാമത്തെ ആംഗിൾ ആണ്, തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ നമ്മുടെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഒബ്ജക്റ്റിനെ ഒന്നാമത്തെ ക്വാഡ്രന്റിൽ വെച്ചെങ്കിൽ തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ നമ്മൾ മൂന്നാമത്തെ ക്വാഡ്രന്റിലാണ് വെക്കുന്നത്. ഡയഗണലി ഓപ്പോസിറ്റ് വരുന്ന ഫസ്റ്റ് ആംഗിളിന് ഡയഗണലി ഓപ്പോസിറ്റ്, അതായത് 181 മുതൽ 270 വരെ വരുന്ന മൂന്നാമത്തെ 90 ഡിഗ്രി, അതായത് മൂന്നാമത്തെ ക്വാഡ്രന്റിലാണ് ഒബ്ജക്റ്റിനെ വെക്കുന്നത്. അപ്പോഴും ഒബ്സർവറുടെ പൊസിഷന് മാറ്റമില്ല. ഫസ്റ്റ് ആംഗിളിൽ ഒബ്ജക്റ്റിനെ വെച്ചിട്ട് ഒബ്സർവർ എവിടെ നിന്നാണോ നോക്കിയിരുന്നത് അതേ പൊസിഷനിൽ നിന്ന് തന്നെയാണ് ഒബ്സർവർ നോക്കുന്നത്, അതേ പൊസിഷനിൽ തന്നെയാണ് ഒബ്സർവർ ഒബ്ജക്റ്റിനെ വെക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിലായിരുന്നുവെങ്കിൽ ഒബ്ജക്റ്റ് വരുന്നത് പ്ലെയിനിനും ഒബ്സർവറുടെയും ഇടയിലായിരുന്നു. ഈ വെർട്ടിക്കൽ പ്ലെയിനിനും ഒബ്സർവറുടെയും ഇടയിലായിരുന്നു ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഒബ്ജക്റ്റ് വരുന്നത്. ആദ്യം ഒബ്സർവർ, രണ്ടാമത് ഒബ്ജക്റ്റ്, അതിനുശേഷം പ്ലെയിൻ. അതിന് ഹൊറിസോണ്ടൽ പ്ലെയിൻ ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്, ഒബ്സർവർ മുകളിലായിരുന്നു, ശേഷം ഒബ്ജക്റ്റ്, അതിനുശേഷം പ്ലെയിൻ. അങ്ങനെയാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ഏത് വ്യൂ എടുത്തു കഴിഞ്ഞാലും അങ്ങനെയാണ് വരുന്നത്. ഒബ്സർവർ, ഒബ്ജക്റ്റ്, പ്ലെയിൻ. അതായത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒബ്സർവറുടെയും പ്ലെയിനിന്റെയും ഇടയിലാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ വരുന്നത്. എന്നാൽ തേർഡ് ആംഗിൾ പ്രൊജക്ഷനിലേക്ക് നമ്മൾ വരുമ്പം അത് മൂന്നാമത്തെ ക്വാഡ്രന്റിലാണ്, ഒബ്സർവറുടെ പൊസിഷൻ അവിടെ തന്നെയാണ് വരുന്നത്. അങ്ങനെ വരുമ്പം ഒബ്ജക്റ്റിന്റെയും ഒബ്സർവറുടെയും ഇടയിലായിട്ട് പ്ലെയിൻ ആണ് വരുന്നത്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഒബ്ജക്റ്റ് ആയിരുന്നു നടുക്ക് വന്നിരുന്നത്, പക്ഷെ തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ വരുമ്പം പ്ലെയിൻ ആണ് വരുന്നത്. ഫ്രണ്ട് വ്യൂ എടുക്കുമ്പോഴും
ടോപ്പ് വ്യൂ എടുക്കുമ്പോഴും സൈഡ് വ്യൂ എടുക്കുമ്പോഴും ഒക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത്. ഫ്രണ്ട് വ്യൂയിലും ടോപ്പ് വ്യൂയിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. പ്ലെയിൻ ആണ് ഒബ്ജക്റ്റിന്റെയും ഒബ്സർവറുടെയും ഇടയിൽ വരുന്നത്. ഇവിടെ നോക്കൂ, തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ മൂന്നാമത്തെ ക്വാഡ്രന്റ് കാണിച്ചിട്ടുണ്ട്. ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉണ്ട്, വെർട്ടിക്കൽ പ്ലെയിൻ ഉണ്ട്. ഇവിടെ എക്സ് വൈ ലൈൻ, അതായത് രണ്ട് പ്ലെയിനും ഇന്റർസെക്ട് ചെയ്യുന്നത് മുകളിലായിട്ടാണ് വരുന്നത്. വെർട്ടിക്കൽ പ്ലെയിൻ ഏറ്റവും മുകളിലായിട്ടാണ് വരുന്നത്. ഇവിടെ നോക്കൂ, മൂന്നാമത്തെ ക്വാഡ്രന്റിൽ ഒരു ടി ഷേപ്പിലുള്ള ഒരു ഒബ്ജക്റ്റ് മൂന്നാമത്തെ ക്വാഡ്രന്റിൽ വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഫ്രണ്ട് എവിടെയാണ് ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് സൈഡ് എന്നുള്ളത്. ഇവിടെ നടുക്ക് വരുന്നത് പ്ലെയിൻ ആണ്. നടുക്ക് വരുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒബ്ജക്റ്റ് ആണ് വന്നിരുന്നതെങ്കിൽ തേർഡ് ക്വാഡ്രന്റിൽ ഒബ്ജക്റ്റിന്റെയും ഒബ്സർവറുടെയും ഇടയിലായിട്ടാണ് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ വരുന്നത്. അത് ഫ്രണ്ട് വ്യൂയിലും ടോപ്പ് വ്യൂയിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇനി നോക്കി എങ്ങനെയാണ് ഫ്രണ്ട് വ്യൂ രൂപപ്പെടുത്തുക എന്നുള്ളത്. ഈ ഫ്രണ്ട് സൈഡ് കാണിച്ചിട്ടുണ്ട്. ഈ ഫ്രണ്ട് സൈഡിൽ നിന്നും പ്ലെയിനിലൂടെ നമ്മൾ ഒബ്ജക്റ്റിനെ നോക്കുന്നു. ഇതൊരു ട്രാൻസ്പാരന്റ് പ്ലെയിൻ ആണ്. ഒരു ഗ്ലാസിന്റെ രൂപത്തിൽ, ഒരു ഗ്ലാസ് ആയിട്ടുള്ള ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ ആണ്. അപ്പൊ നമുക്ക് ഒബ്ജക്റ്റിനെ കാണാം. സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഒബ്ജക്റ്റിനെ കാണാം. ഒബ്ജക്റ്റിന്റെ ഇമേജ് അല്ലെങ്കിൽ കാണുന്ന ഭാഗം എന്ന് പറയുന്ന ഒരു ടി ഷേപ്പിലുള്ള ഒരു ഭാഗമാണ്. അതിന്റെ ഇമേജ് രൂപപ്പെടുന്നത് പ്ലെയിനിലാണ്. അപ്പൊ ഇമേജ് മുന്നിലേക്ക് കയറി വന്ന് പ്ലെയിനിൽ രൂപപ്പെടും. ടി ഷേപ്പിലുള്ള ഒരു ഭാഗം ഫ്രണ്ട് വ്യൂ. ഇനി ടോപ്പ് വ്യൂ എങ്ങനെയാണ് നോക്കാം. ടോപ്പ് വ്യൂ മുകളിൽ നിന്ന് താഴേക്ക് നോക്കണം. പ്ലെയിൻ ഉണ്ട്, പ്ലെയിനിന് ശേഷമാണ് ഒബ്ജക്റ്റ്. പ്ലെയിനിലൂടെ നമുക്ക് ഒബ്ജക്റ്റിനെ കാണാം. ഒബ്ജക്റ്റിന്റെ 3 ചതുരങ്ങൾ ഉണ്ടായിരുന്നു. 3 ചതുരങ്ങൾ കൂടി പ്രൊജക്ട് ചെയ്ത് പ്ലെയിനിലേക്ക് വരും. 3 ചതുരങ്ങൾ കൂടി ബാക്കിലേക്ക് പ്രൊജക്ട് ചെയ്ത് പ്ലെയിനിലേക്ക് വരും. അപ്പൊ 3 ചതുരങ്ങൾ കൂടി ചേർന്ന് ഒരു വലിയ ചതുരമായിട്ട് മാറി. ഇനി ഒരു കാര്യമുണ്ട്, എപ്പോഴൊക്കെയാണോ HP-യിൽ ഇമേജ് രൂപപ്പെടുന്നത്, എപ്പോഴൊക്കെയാണോ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇമേജ് രൂപപ്പെടുന്നത്, അപ്പോൾ തന്നെ ഹൊറിസോണ്ടൽ പ്ലെയിനിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രി തിരിക്കണം. HP ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രി തിരിച്ചു കഴിയുമ്പോൾ നേരെ തിരിഞ്ഞ് മുകളിലേക്ക് വന്ന് വെർട്ടിക്കൽ ആയിട്ട് ഇരിക്കും. അപ്പോൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനും അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹൊറിസോണ്ടൽ പ്ലെയിനിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രി തിരിച്ചു. അപ്പൊ ഈ രണ്ടാമത്തെ എൻഡ് മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ തേർഡ് ആംഗിൾ പ്രൊജക്ഷനിലാകുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. ടോപ്പ് വ്യൂ രൂപപ്പെട്ടു, അപ്പോൾ തന്നെ ഹൊറിസോണ്ടൽ പ്ലെയിനിനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ അതെന്തായി, അത് നേരെ വെർട്ടിക്കൽ പ്ലെയിൻ ആയിട്ട് മാറി. അപ്പം ടോപ്പ് വ്യൂ എവിടെയായി, വെർട്ടിക്കൽ പ്ലെയിനിൽ ആയി. HP-യെ റൊട്ടേറ്റ് ചെയ്ത് വെർട്ടിക്കൽ പ്ലെയിൻ ആക്കി മാറ്റിയപ്പോൾ HP-യിൽ രൂപപ്പെട്ട ഇമേജും വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് മാറി. അതായത് XY ലൈനിന് മുകളിലായി ടോപ്പ് വ്യൂ, XY ലൈനിന് താഴെയായി ഫ്രണ്ട് വ്യൂ. അപ്പൊ തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഈ റെഫറൻസ് ലൈന് XY ലൈനിന് താഴെയും ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് XY ലൈനിന് മുകളിലും ആയിരിക്കും വരുന്നത്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ നേരെ തിരിച്ചായിരുന്നു. ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്ന XY ലൈനിന്റെ മുകളിലും ടോപ്പ് വ്യൂ XY ലൈനിന് താഴെയുമായിരുന്നു. എന്നാൽ തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ റിലേറ്റീവ് പൊസിഷൻ മാറി. ടോപ്പ് വ്യൂ മുകളിലായി, ഫ്രണ്ട് വ്യൂ താഴെയായി. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് വ്യൂ റൈറ്റ് സൈഡിലാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ വരച്ചിട്ടുണ്ടായിരുന്നത്. റൈറ്റ് സൈഡ് വ്യൂ ലെഫ്റ്റ് സൈഡിലും, ലെഫ്റ്റ് സൈഡ് വ്യൂ റൈറ്റ് സൈഡിലുമാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ റൈറ്റ് സൈഡ് വ്യൂ റൈറ്റ് സൈഡിലുള്ള പ്ലെയിനിലാണ് വരുന്നത്. റൈറ്റ് സൈഡ് വ്യൂ റൈറ്റ് സൈഡിലുള്ള പ്രൊഫൈൽ പ്ലെയിനിൽ രൂപപ്പെടും. നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനോട് ചേർത്ത് നിർത്തി റൈറ്റ് സൈഡിലേക്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം റൈറ്റ് സൈഡ് വ്യൂ ഫ്രണ്ട് വ്യൂവിന്റെ റൈറ്റ് സൈഡിൽ വരും, ലെഫ്റ്റ് സൈഡ് വ്യൂ ഫ്രണ്ട് വ്യൂവിന്റെ ലെഫ്റ്റ് സൈഡിലും വരികയും ചെയ്യും. ഇതാണ് വ്യൂകൾ തമ്മിലുള്ള റിലേറ്റീവ് പൊസിഷൻ. തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ റിലേറ്റീവ് പൊസിഷൻ വരുന്നത്. ഇനി ഇതിനും നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഉപയോഗിച്ചിരുന്ന പോലെ തന്നെ സിമ്പലുകൾ നമ്മൾ സിമ്പൽ ഉപയോഗിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത ഫ്രസ്റ്റം ഓഫ് എ കോൺ ആണ് ഉപയോഗിക്കുന്നത്. ഫ്രസ്റ്റം ഓഫ് എ കോണിനെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിലായിരുന്നപ്പോൾ ഫസ്റ്റ് ആംഗിൾ വെച്ച് ഫ്രണ്ട് വ്യൂയും സൈഡ് വ്യൂയും രൂപപ്പെടുത്തി. ഇപ്പൊ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആണ്, അതുകൊണ്ട് തേർഡ് ആംഗിൾ വെച്ചിട്ട് ഫ്രണ്ട് വ്യൂ രൂപപ്പെടുത്തണം. നമുക്കൊരു ട്രപ്പീസിയം കിട്ടി, ഫ്രണ്ട് വ്യൂവിൽ ഒരു ട്രപ്പീസിയം കിട്ടി. ഇനി ലെഫ്റ്റ് സൈഡ് വ്യൂ രൂപപ്പെടുന്നത് ലെഫ്റ്റ് സൈഡിലെ പ്ലെയിനിൽ തന്നെയാണ്. ലെഫ്റ്റ് സൈഡിലെ പ്ലെയിനിൽ തന്നെയാണ് രൂപപ്പെടുന്നത്.
അപ്പോൾ ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂവിന്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. ലെഫ്റ്റ് സൈഡ് വ്യൂ ലെഫ്റ്റ് സൈഡിൽ തന്നെ രൂപപ്പെടും. അപ്പോൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ലെഫ്റ്റ് സൈഡ് വ്യൂ റൈറ്റ് സൈഡിലാണ് വരച്ചിട്ടുണ്ടായിരുന്നത്, ഫ്രണ്ട് വ്യൂവിന്റെ റൈറ്റ് സൈഡിലായിരുന്നു. എന്നാൽ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആകുമ്പോൾ ഫ്രണ്ട് വ്യൂവിന്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ലെഫ്റ്റ് വ്യൂ വരുന്നത്. ഇതാണ് തേർഡ് ആംഗിൾ പ്രൊജക്ഷന്റെ സിമ്പിൾ. അപ്പൊ ഏത് പ്രൊജക്ഷൻ മെത്തേഡ് ആണോ ഒബ്ജക്റ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അതിനനുസരിച്ച് ഈ സിമ്പലുകൾ വരയ്ക്കണം. സിമ്പലുകൾ സെയിം തന്നെയാണ്, പക്ഷെ അതിന്റെ റിലേറ്റീവ് പൊസിഷനുകൾക്ക് മാറ്റമുണ്ട്. ഫ്രണ്ട് വ്യൂവും സൈഡ് വ്യൂവും സെയിം തന്നെയാണ്, പക്ഷെ റിലേറ്റീവ് പൊസിഷനുകൾക്ക് മാറ്റം ഉണ്ട്. ആ ഒരു കാര്യം കൂടി സിമ്പലുകളിൽ ഓർത്തിരിക്കുക. ഇവിടെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, രണ്ട് പ്രൊജക്ഷനുകളും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. രണ്ട് പ്രൊജക്ഷനുകളും തമ്മിലുള്ള വ്യത്യാസം. ഒന്നാമത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡ് ആൻഡ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡ്. ഫസ്റ്റ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലും ഒബ്ജക്റ്റിനെ വെച്ചിട്ട് ഇമേജുകൾ രൂപപ്പെടുത്തുമ്പോൾ എന്ത് വ്യത്യാസമാണ് ഈ റിലേറ്റീവ് പൊസിഷനുകളിൽ വരുന്നത്, ഇമേജുകളുടെ പൊസിഷനുകളിൽ വരുന്നത്. ഒന്നാമത്തെ കാര്യം, ദി ഒബ്ജക്റ്റ് ഈസ് കെപ്റ്റ് ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിലാകുമ്പോൾ ഒബ്ജക്റ്റ് ഒന്നാമത്തെ ക്വാഡ്രന്റ് ആണ്. തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആകുമ്പോൾ ഒബ്ജക്റ്റ് ഈസ് അസ്യൂംഡ് ടു ബി കെപ്റ്റ് ഇൻ ദി തേർഡ് ക്വാഡ്രന്റ്. ഒബ്ജക്റ്റിനെ മൂന്നാമത്തെ ക്വാഡ്രന്റിലാണ് വെക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ, ദി ഒബ്ജക്റ്റ് ലൈസ് ബിറ്റ്വീൻ ദി ഒബ്സർവർ ആൻഡ് ദി പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഒബ്ജക്റ്റ് ഒബ്സർവറുടെയും പ്ലെയിനിന്റെയും ഇടയിലായിരിക്കും, ഒബ്ജക്റ്റ് ആയിരിക്കും നടുക്ക് വരുന്നത്. തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ ദി പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ലൈസ് ബിറ്റ്വീൻ ദി ഒബ്സർവർ ആൻഡ് ദി ഒബ്ജക്റ്റ്. പ്ലെയിൻ ആണ് ഒബ്സർവറുടെയും ഒബ്ജക്റ്റിന്റെയും ഇടയിലായിട്ട് വരുന്നത്. മൂന്നാമത്തെ കാര്യം, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ, ദി പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ഈസ് അസ്യൂംഡ് ടു ബി നോൺ ട്രാൻസ്പാരന്റ്. അതായത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആകുമ്പോൾ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ട്രാൻസ്പാരന്റ് അല്ല എന്നാണ് നമ്മുടെ കൺസെപ്റ്റ്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ട്രാൻസ്പാരന്റ് അല്ല എന്നാണ് കൺസെപ്റ്റ്. അതായത് ഒബ്ജക്റ്റിന്റെ പുറകിലുള്ള ഇമേജ്, ഒബ്ജക്റ്റിന്റെ പുറകിലായിരിക്കും എപ്പോഴും പ്ലെയിൻ വരുന്നത്, അവിടെയാണ് ഇമേജ് രൂപപ്പെടുന്നത്. ആ പ്ലെയിന് നോൺ ട്രാൻസ്പാരന്റ് ആണെന്നാണ് കൺസെപ്റ്റ്. നോൺ ട്രാൻസ്പാരന്റ് അതായത് ഗ്ലാസ് അല്ല, ട്രാൻസ്പാരന്റ് അല്ല, ആ പ്ലെയിനിന്റെ പുറത്തേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ള കൺസെപ്റ്റ് ആണ് വരുന്നത്. പക്ഷെ തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ അങ്ങനെയല്ല. ഒബ്ജക്റ്റ് ഈസ് ദി പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ഈസ് അസ്യൂംഡ് ടു ബി ട്രാൻസ്പാരന്റ്. തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആകുമ്പോൾ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ട്രാൻസ്പാരന്റ് എന്ന രീതിയിലാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒബ്ജക്റ്റിനെ, ഈ പ്ലെയിനിലൂടെ ഒബ്ജക്റ്റിനെ, തേർഡ് ക്വാഡ്രന്റിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിനെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ വെർട്ടിക്കൽ പ്ലെയിനോ ഹൊറിസോണ്ടൽ പ്ലെയിനോ ട്രാൻസ്പാരന്റ് അല്ല എന്നുള്ള കൺസെപ്റ്റും, തേർഡ് ആംഗിളിലാകുമ്പം രണ്ട് പ്ലെയിനുകളും ട്രാൻസ്പാരന്റ് ആണ് എന്നുള്ള കൺസെപ്റ്റിലുമാണ് വരുന്നത്. ട്രാൻസ്പാരന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലേക്കും കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നാലാമത്തെ വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. ഇൻ ദിസ് മെത്തേഡ് വെൻ ദി വ്യൂസ് ആർ ഡ്രോൺ ഇൻ ദ റിലേറ്റീവ് പൊസിഷൻസ്, ദി പ്ലാൻ കംസ് ബിലോ ദി എലിവേഷൻ. ദി വ്യൂ ഓഫ് ദി ഒബ്ജക്റ്റ് ആസ് ഒബ്സർവ്ഡ് ഫ്രം ദി ലെഫ്റ്റ് സൈഡ് ഈസ് ഡ്രോൺ ടു ദി റൈറ്റ് സൈഡ് ഓഫ് എലിവേഷൻ. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ നമ്മൾ വ്യൂകളുടെ റിലേറ്റീവ് പൊസിഷൻ പറയുകയാണെങ്കിൽ പ്ലാൻ എന്ന് പറയുന്നത് ടോപ്പ് വ്യൂവിനാണ് പ്ലാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് വ്യൂവിനാണ് എലിവേഷൻ എന്ന് പറയുന്നത്. അപ്പം പ്ലാൻ എന്ന് പറയുന്നത് എലിവേഷന്റെ താഴെയായിട്ട് വരും. അതായത് ഫ്രണ്ട് വ്യൂ മുകളിലും ടോപ്പ് വ്യൂ താഴെയുമായിട്ടും. അതുപോലെ തന്നെ സൈഡ് വ്യൂ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള സൈഡ് വ്യൂ വരയ്ക്കുന്നത് എലിവേഷന്റെ, അതായത് ഫ്രണ്ട് വ്യൂവിന്റെ റൈറ്റ് സൈഡിലായിരിക്കും. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് വ്യൂ എലിവേഷന്റെ ലെഫ്റ്റ് സൈഡിലും വരയ്ക്കും. അപ്പൊ ഫ്രണ്ട് വ്യൂവിനോട് കൂടി ചേർന്നാണ് റൈറ്റ് സൈഡ് വ്യൂ ലെഫ്റ്റ് സൈഡ് വ്യൂ വരയ്ക്കുക. ടോപ്പ് വ്യൂ ആ പൊസിഷനിൽ ടോപ്പ് വ്യൂ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ടോപ്പ് വ്യൂവിന്റെ ഇടത് സൈഡിലോ വലത് സൈഡിലോ ആയിട്ട് നമ്മൾ ഒരു വ്യൂവും ഒരിക്കലും വരയ്ക്കില്ല. ഫ്രണ്ട് വ്യൂവിന്റെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡ് വ്യൂവും റൈറ്റ് സൈഡില് ലെഫ്റ്റ് സൈഡ് വ്യൂവും വരയ്ക്കും. അതുപോലെ തന്നെ തേർഡ് ആംഗിൾ പൊസിഷനിലാണെങ്കിൽ പ്ലാൻ കംസ് എബവ് ദി എലിവേഷൻ. ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂവിന്റെ മുകളിലും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് വ്യൂ ലെഫ്റ്റ് സൈഡിലും, എലിവേഷന്റെ ലെഫ്റ്റ് സൈഡിലും, റൈറ്റ് സൈഡ് വ്യൂ എലിവേഷന്റെ റൈറ്റ് സൈഡിലും തന്നെ ആയിരിക്കും. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. ദിസ് മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ ഈസ് നൗ റെക്കമെൻഡഡ് ബൈ ദി ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഫ്രം 1991. അതായത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന
പ്രൊജക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡ് ആണ്. ഒന്നാമത്തെ ക്വാഡ്രന്റിൽ വെച്ചിട്ടുള്ള പ്രൊജക്ഷൻ മെത്തേഡ് ആണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. BIS റെക്കമെൻഡ് ചെയ്യുന്നതും ഇത് തന്നെയാണ്. പക്ഷെ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കുന്നത് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആണ്. അമേരിക്കയിൽ അവരുടെ സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കുന്നത്. അപ്പൊ ഇതാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനും തേർഡ് ആംഗിൾ പ്രൊജക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഈ ഒരു വ്യത്യാസം വ്യക്തമാക്കിയിട്ട് മനസ്സിലാക്കുക. ഇതിനുശേഷം ഇനി അതിന്റെ പ്രാക്ടീസ് ആണ് ഉള്ളത്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ എങ്ങനെയാണ് വരയ്ക്കുന്നത്. തേർഡ് ആംഗിൾ പ്രൊജക്ഷനിലാണെങ്കിൽ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ള പ്രാക്ടീസ് ആണ് ഇനി അങ്ങോട്ട് ഉള്ളത്. അപ്പം ഈ രണ്ട് വീഡിയോകൾ, ഇൻട്രൊഡക്ഷൻ വീഡിയോയും അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ആംഗിൾ ആൻഡ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ, ഈ രണ്ട് വീഡിയോകളും കണ്ടതിന് ശേഷം, മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് പ്രൊജക്ഷനിലേക്ക് പോകാം. പ്രൊജക്ഷനിൽ എങ്ങനെയാണ് ഇമേജ് വരയ്ക്കുന്നത് എന്നതിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും.